നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ കോപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയയെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം നിലനിർത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. ഇതോടുകൂടി അവരുടെ ക്യാപ്റ്റനായ ലയണൽ മെസ്സി ഒരു അപൂർവ റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തു. അതായത് ഫുട്ബോൾ ചരിത്രത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ ഉള്ള താരം അത് മറ്റാരുമല്ല, ലയണൽ മെസ്സി മാത്രമാണ്. 45 കിരീടങ്ങളാണ് മെസ്സി തൻ്റെ കരിയറിൽ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഫൈനൽ മത്സരം പൂർത്തിയാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നില്ല. പരിക്ക് കാരണം മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വരികയായിരുന്നു. അതിന്റെ ഒരു സങ്കടത്താൽ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ലയണൽ മെസ്സി കരയുന്ന ഒരു കാഴ്ച നമുക്കെല്ലാവർക്കും കാണേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് ബ്രസീലിയൻ ഇതിഹാസമായ കക്ക ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സിയുടേത് ഒരു മികച്ച മെന്റാലിറ്റി ആണെന്നും താൻ മെസ്സിയാണ് എന്നുള്ള കാര്യം മെസ്സി ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുമാണ് കക്ക പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സി നിർബന്ധമായും അദ്ദേഹത്തിന്റെ തല ഉയർത്തണം, എന്നിട്ട് അദ്ദേഹം സ്വയം തിരിച്ചറിയുകയും വേണം. പലരും പറഞ്ഞതുപോലെ മെസ്സിക്ക് താനാണ് മെസ്സി എന്നത് ഇപ്പോഴും അറിയില്ല. ഇന്നത്തെ മത്സരത്തിൽ നമ്മളെല്ലാവരും അതാണ് കണ്ടത്. വേൾഡ് കപ്പും 8 ബാലൻഡിയോറുകളും ഒരുപാട് കിരീടങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് മെസ്സി. എന്നിട്ടും ഫൈനൽ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹം കരയുകയാണ് ചെയ്തത്. അത് ഒരു മികച്ച മെന്റാലിറ്റി തന്നെയാണ്. ആരാധകർ ചെയ്തത് മറക്കാനാവാത്ത ഒരു കാര്യമാണ്. അർജന്റീൻ ആരാധകർ മാത്രമല്ല, കൊളംബിയൻ ആരാധകർ പോലും അദ്ദേഹം കരയുന്ന സമയത്ത് മെസ്സിയുടെ പേര് ചാന്റ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ലോകമെമ്പാടുമുള്ള ആരാധകരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ലയണൽ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ബ്രസീലിയൻ ഇതിഹാസമായ കക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അർജന്റീനയോടൊപ്പം 4 കിരീടങ്ങൾ പൂർത്തിയാക്കാൻ ഇപ്പോൾ ലയണൽ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം സ്പെയിനെതിരെയുള്ള ഫൈനലിസിമ നടക്കുന്നുണ്ട്. അതിൽ മെസ്സി പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നീട് 2026 അടുത്ത വേൾഡ് കപ്പ് അമേരിക്കയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ആ വേൾഡ് കപ്പിൽ മെസ്സി അർജന്റീനക്കൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.